അഡ്വക്കേറ്റ് അനിൽകുമാർ, ഷാഫി പറമ്പിലിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് പരിപാടിയാണോ പേരാമ്പ്രയിൽ സംഭവിച്ചത്? അങ്ങനെ തോന്നുന്നത്, സംശയം തോന്നുന്നതിന് കാരണം പലയിടത്തായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കൊക്കെ അറിയാമല്ലോ, ഈ റീലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസിലെ നേതാക്കൾക്ക് ഒരു തരത്തിൽ വലിയ ആഭ്യന്തരമായ വിമർശനങ്ങൾ ഉയരുന്ന സമയമാണ് എന്ന്. അവിടെ ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ ആശുപത്രിയിൽ കിടക്കുന്ന കാഴ്ചകൾ കാണുന്നു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം ഇത്രയും കാലം കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴും പുറത്തു നിൽക്കുന്നു എന്ന് കരുതുന്നു. അകത്താണോ പുറത്താണോ എന്നുള്ളത് എനിക്ക് അത്ര വ്യക്തമില്ല. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തുന്നുണ്ട്, മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് പാലക്കാട് ഇപ്പോൾ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു എന്നും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഇമേജ് ബിൽഡിംഗ് ഷോയാണോ നടക്കുന്നത്? എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ അജണ്ട എന്താണെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ശബരിമല അയ്യപ്പനെ കൈവിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ശബരിമല അയ്യപ്പനെ കൈവിടാൻ കാരണം? ശബരിമല പോലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഒരു ആരാധനാ സങ്കേതത്തിനകത്ത് അരുതാത്ത കാര്യങ്ങൾ നടക്കുകയും അതിൽ കേരളത്തിലെ LDF സർക്കാർ തെറ്റുകാരനാവുകയും ചെയ്താൽ മാധ്യമങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല. ഷാഫി പറമ്പിലിൻ്റെ പിന്നാലെ പോയി അയാൾക്ക് പരിക്ക് പറ്റിയോ പറ്റിയില്ലയോ, അല്ലെ പോലീസുകാർക്കാണോ പരിക്ക് പറ്റിയത്, ഇത്തരം ഒരു ചർച്ചയും രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ല. ഇതൊക്കെ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകർ അതിൻ്റെ ഭാഗമായി ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലീസുമായിട്ട് ഏറ്റുമുട്ടാനിടയുണ്ട്. വ്യക്തികളെന്ന നിലയ്ക്ക് അവർക്ക് ചില പരിക്കുകളൊക്കെ പറ്റാറുണ്ട്. ഇത് പുതിയൊരു കാര്യമല്ല. കേരളത്തിൽ ഇതുപോലെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പിലായതുകൊണ്ടൊരു പ്രത്യേകതയില്ല. നാളെയും ഇത്തരം നാടകങ്ങൾ ഓരോരുത്തരും നടത്തും. ഞാനൊരു ദിവസം നമ്മുടെ TV ചാനലിൽ കണ്ടത് സന്ദീപ് വാര്യർക്ക് ക്രൂരമർദ്ദനം എന്നുള്ളതാണ്. ചാനൽ ബ്രേക്കിംഗ്. അപ്പോൾ എല്ലാ ചാനലും ബ്രേക്ക് ചെയ്യാണ്. എന്നിട്ട് കാണുന്നത് ഇയാൾ ഒരു പോലീസുകാരനെ തള്ളി ഒരിടത്ത് കൊണ്ടുപോകുന്നതാണ്. ഈ പറയുന്ന സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം എന്നിട്ട് തേങ്ങ ഉടയ്ക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ ആഫീസിലേക്ക് തേങ്ങ ഉടച്ച് പ്രതിഷേധിക്കുന്നു. അപ്പോൾ ചില്ല് പൊട്ടിക്കുന്നു, ജയിലിൽ കിടക്കുകയാണ്. എന്നിട്ട് സന്ദീപ് വാര്യരെ മർദ്ദിച്ച് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇത് മാധ്യമ പ്രചരണമാണ്. ഞാൻ ഒന്നാമതായി പറയുന്നത്, മാധ്യമങ്ങൾ ഇന്ന് ശബരിമല വിട്ടിട്ട് ഇതിലേക്ക് പോയതിന് കാരണം എന്താണ്? ശബരിമലയുടെ കാര്യത്തിൽ സുവർണാവസരമാക്കാൻ കഴിയുമെന്ന പണ്ട് BJP വിചാരിച്ചിരുന്നത് ഇപ്പോൾ കോൺഗ്രസ് വിചാരിച്ചതെങ്കിൽ അത് തകർന്നു തരിപ്പണമായി. കുറ്റവാളികളെല്ലാം കണ്ടുപിടിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ നിർത്താൻ കഴിയുമെന്ന് LDF തെളിയിച്ചു. കേരളത്തിൻ്റെ വിജിലൻസാണ്, ദേവസ്വത്തിൻ്റെ വിജിലൻസാണ് ഗൂഢാലോചന പൊളിച്ചത്. കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും പോറ്റി വിശുദ്ധനായിരുന്നല്ലോ. 17-ാം തീയതി പോറ്റി വെളിപ്പെടുത്തുമ്പോൾ പോറ്റി വിശുദ്ധൻ. അത് കഴിഞ്ഞ് വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസ്, അത്രയും സ്മാർട്ടാണ് സ്ഥാപനം. അവർ ചെമ്പ് മാത്രമേ സ്വർണം പൂശാറുള്ളൂ, ഉരുക്കാറില്ല. എന്തെല്ലാമാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ, രാജീവ് ചന്ദ്രശേഖരൻ്റെ മാധ്യമങ്ങൾ പറഞ്ഞത്. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിനകത്ത് യാതൊരു തരത്തിലും കാര്യമാത്ര പ്രസക്തമായൊരു കാര്യമില്ല. അതിലേക്ക് എല്ലാവരും ചർച്ച കൊണ്ടുപോയതിന് കാരണം, ഒന്ന് പ്രധാനപ്പെട്ട കാരണം, അവർ വെച്ച അജണ്ട തകർന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് തന്നെ LDFനെ സംബന്ധിച്ചിടത്തോളം LDF അയ്യപ്പ സംഘവും മുതലെടുത്തിട്ടുള്ള വിഷയങ്ങൾക്കകത്ത് എടുത്തിട്ടുള്ള നിലപാടിൻ്റെ സ്വീകാര്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതിയും ആ നിലയിൽ തന്നെ ഒരു ഉത്തരവ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്ന പ്രതിപക്ഷമാണ്. പിന്നെ VD സതീശൻ്റെ ബോംബ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഇതായിരുന്നോ ബോംബ്? ഈ ശബരിമലയിലെ പോറ്റിയായിരുന്നു നിങ്ങളുടെ ബോംബ്? തൽക്കാലം ബോംബ് അകത്തേക്ക് പോകുന്ന ലക്ഷണമാണ് സതീശ. ജയിലിൽ കിടന്ന് പൊട്ടിയെങ്കിലായി എന്നേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് സതീശന്റെ ബോംബ് ഏത് ജയിലിൽ കിടന്നാൽ പൊട്ടാൻ പോകുന്നുള്ളത് നമുക്ക് കാണാം. ശരി, പക്ഷേ ശ്രീ അനിൽകുമാർ, അതിനിടയിൽ കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം ഈ രാഹുൽ മാങ്കൂട്ടം രംഗപ്രവേശം ചെയ്തതും കൂടിയാണ്. അതുകൂടി ഞാൻ താങ്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതെ, അതിലേക്ക് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയണം. ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഇവിടെ കാലിക്കട്ട് സർവകലാശാലയിലെ മറ്റോ ഏതോ സീറ്റിൽ KSUക്കാർ ജയിച്ചതോടുകൂടി കേരളം മുഴുവൻ ജയിച്ചെന്നായിരുന്നു മാധ്യമങ്ങളുടെ ആഖ്യാനം. പക്ഷെ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ KSU തകർന്ന് തരിപ്പണായി. കോളേജ് ക്യാമ്പസുകൾ മുഴുവൻ SFI പിടിച്ചടക്കി. MSFും പൊളിഞ്ഞ് പാളീസായി. MSFും KSUവും തമ്മിൽ അടിയായി. ഇതേതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തോ? എന്താ റിപ്പോർട്ട് ചെയ്യാത്തത്? അങ്ങനെ തകർന്നുപോയ KSUവിനെ രക്ഷപ്പെടുത്താനാണ് ഷാഫി പറമ്പിൽ ഇറങ്ങിയിരിക്കുന്നത്.
നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ക്രിമിനൽ ബുദ്ധിയിൽ ആരംഭിച്ച പരിപാടിയാണ്. ഈ പരിപാടിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് പരാജയപ്പെട്ടു പോയ UDSF, പരാജയപ്പെട്ടു പോയ KSU, പരാജയപ്പെട്ടു പോയ MSF, അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മറവിലാണ് ഈ ആക്രമണം. അവിടെ പേരാമ്പ്രയിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കാൻ പോയാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാകാതിരിക്കുമോ? പേരാമ്പ്ര പോലുള്ള സ്ഥലത്ത് പ്രതിരോധങ്ങളൊക്കെ ഉണ്ടായി കാണും. അതിനുടനെ MP ഇറങ്ങിത്തിരിക്കുക. എന്നിട്ടോ അപ്പോൾ LDF ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ ഈ MPയുടെ ഷോയ്ക്ക് നിൽക്കത്തില്ല. മുമ്പൊരിക്കൽ അവിടെ ഇറങ്ങിത്തിരിച്ചപ്പോൾ 3-4 DYFIക്കാർ പോയത് ഇദ്ദേഹം ഒരു അവസരമാക്കി. ധീരനാണ് ഇദ്ദേഹം. എന്ത് ചെയ്തു? ഇത്തവണ ഒരു 8-8:15 ആയപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹം അവിടെ വന്നത്. നേരെ പോലീസുമായിട്ടങ്ങ് മുട്ടുകയായിരുന്നു. എന്തിനാ ഇത്ര നേരം അവിടെ കാത്തു നിന്നത്? പോലീസിൻ്റെ മെക്കിട്ട് കയറിയത്. അവസാനം പോലീസ് വളരെ വളരെ കഷ്ടപ്പെട്ട് ഇവരെ പിരിച്ചുവിടാൻ നോക്കി. കടന്നാക്രമണം ശക്തമായപ്പോൾ നിങ്ങൾ റിപ്പോർട്ടർ ചാനലിലോട്ട് കാണിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. ഒരു വനിതാ പോലീസ്, അവർ ഉയർന്ന ഉദ്യോഗസ്ഥയാന്ന് തോന്നുന്നു, അവരെ കടന്നാക്രമിക്കുന്ന ചിത്രങ്ങൾ കണ്ടില്ലേ? ഈ MPയുടെ നേതൃത്വത്തിൽ പോലീസിന് കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ ആക്രമണത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പരിശോധിക്കപ്പെടട്ടെ. അദ്ദേഹം ICUവിലാണെന്ന് പറയുന്നു. പക്ഷേ 10-25 പേര് ചുറ്റും കൂടി നിൽപ്പുണ്ട്. അപ്പോൾ അതെന്ത് തരം ICU എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? കുമ്പസാരത്തിനിടെ കൂടെ പശുവിനെ കടത്തുക എന്ന് പറയുന്നത് പോലെ ഷാഫിയുടെ ഷോയ്ക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കടത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അത് കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഭാഗമാണ്. കോൺഗ്രസിനകത്ത് മേധാവിത്വം ഉണ്ടാകാൻ ഗുണ്ടായുസവുമായിട്ട് ഇറങ്ങണം. ആ ഗുണ്ടായുസം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഇതുപോലെ തന്നെ ഈ ക്രിമിനൽ ബുദ്ധിയുള്ള ഈ MPയും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. ഇതൊന്നും നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല.